റബ്ബ് ഒരുപാട് സൗഭാഗ്യങ്ങൾ തരും നബിയേ. ഇവിടുന്ന് നിങ്ങൾ കുറെ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ പകരമായി വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, ശേഷം അങ്ങയുടെ റബ്ബ് അങ്ങേക്ക് ഒരുപാട് തരും നബിയേ, അനുഗ്രഹങ്ങൾ. അപ്പ അങ്ങേക്ക് പൊരുത്തമാകും നബിയേ. ഇത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ലാ അർളാ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. മുത്തുനബി തങ്ങൾ പറയാണ്, ലാ അർളാ, എനിക്ക് പൊരുത്തം, എനിക്ക് തൃപ്തി വരൂല അല്ലാഹുവേ. എപ്പോ? എന്റെ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യൻ നരകത്തിലുണ്ടോ, എനിക്കത് തൃപ്തി വരൂല. എന്റെ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും സ്വർഗത്തിലേക്ക് എത്തിയാലേ എനിക്ക് തൃപ്തി ഉണ്ടാവുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. എത്രമാത്രം സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ ആ മുത്തുനബിക്ക് നമ്മോടുള്ളത്. അപ്പൊ നമ്മൾ ആ മുത്തുനബിയെ തിരിച്ച് എത്രമാത്രം സ്നേഹിക്കണം. ആ മുത്തുനബിയോടുള്ള സ്നേഹം ഞാൻ പറഞ്ഞു വരുന്നത് അവിടുത്തെ പിൻപറ്റലാണ് എന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് വളരെ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയം, അവിടുത്തെ ബഹുമാനിക്കുന്ന വിഷയത്തിൽ, അവിടുത്തെ ആദരിക്കുന്ന വിഷയത്തിൽ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ വരും അതിനെ സ്വാഗതം ചെയ്യുകയും ചെറിയ മക്കൾ പാട്ടുപാടുകയും പ്രസംഗിക്കുകയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾ മുൻപന്തിയിലാണെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യത്തിൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തിനെ, അവിടുത്തെ സുന്നത്തിനെ പിൻപറ്റുന്ന വിഷയത്തിൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കുന്ന വിഷയത്തിൽ ഞാനും നിങ്ങളും വളരെ പിറകോട്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, വർത്തമാനകാല സാഹചര്യങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഏതെല്ലാം തോന്നിവാസങ്ങളുണ്ടോ അതിൽ മുഴുവനും നമ്മുടെ ഉമ്മപെങ്ങന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മളടക്കം പലപ്പോഴും നമ്മൾ അതിലൊക്കെ പെട്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയം വേണ്ടത് ആ മുത്തുനബി പറഞ്ഞ കാര്യങ്ങൾ അതേപടി അനുസരിക്കുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഒരു സ്ത്രീ പുറത്തിറങ്ങുന്ന സമയത്ത് ഏത് രൂപത്തിലാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഞാനും നിങ്ങളും, നമ്മുടെ വീട്ടിലെ സ്ത്രീകളും അനുസരിക്കുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട വിഷയമാണ് പ്രിയപ്പെട്ടവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തിയ ഒരു വലിയ റോൾ മോഡലാണ് അവിടുത്തെ പ്രിയഭക്തിയായ ബഹുമാനപ്പെട്ട ഫാത്തിമത്തുൽ ബത്തൂൽ റളിയല്ലാഹു അൻഹാ. നമ്മളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ബത്തൂൽ എന്ന് പേര് വെക്കാറുണ്ട്. എന്താണ് ഈ ബത്തൂൽ എന്നതിന്റെ അർത്ഥം? ബത്തല അനി ദുനിയാ കുല്ലിഹാ, ദുനിയാവിനെ മുഴുവനും തലാക്ക് ചൊല്ലി അല്ലാഹുവിലേക്ക് മുറിഞ്ഞു വീണ മഹദിയാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി. കേവലം 24 വയസ്സ് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ ഫാത്തിമ ബീവിയെ അറിയുമോ? മഹദി അതാ അവിടുത്തെ ജീവിതത്തിൽ ഒരു പ്രായമെത്തിയതിനു ശേഷം പല ആളുകളും ഫാത്തിമ ബീവിയെ കണ്ടിട്ടില്ല.